സേവാഭാരതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൃത്രിമ ശ്വാസോച്ഛ്വാസം, CPR, ദ്രുത പ്രതികരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ വ്യവസായ പ്രമുഖ് D. പ്രസാദ് പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബെഞ്ചമിൻ ജോർജ്, ഡോക്ടർ VV സോമൻ എന്നിവർ പരിശീലന ക്ലാസുകൾ നയിച്ചു. പൊതുനിരത്തുകളിൽ സജീവമായി ജീവനരക്ഷാ പ്രവർത്തനം നടത്തുന്ന ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്ക് പ്രത്യേകമായി പ്രവൃത്തി പരിചയം നൽകുകയും ചെയ്തു. ഇനിയുള്ള തലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഡോക്ടർ സോമൻ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു അപകടസ്ഥിതി വരുമ്പോൾ ഡോക്ടർ വേണമെന്നില്ല, ഹാർട്ടിൻ്റെ ഡോക്ടർ വേണമെന്നില്ല, നമുക്ക് സാധാരണക്കാർക്ക് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപകടങ്ങൾ പലതും സംഭവിക്കുന്ന റോഡിലാണ്. റോഡുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഡ്രൈവർമാരാണ്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ. അങ്ങനെയുള്ളവർക്ക് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് ട്രെയിനിങ് കിട്ടുന്നത് ഒത്തിരി പേർക്ക് സഹായകമായിട്ട് തീരും. ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ ഓരോ കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലുള്ള പ്രവർത്തകർക്കും അവരുടേതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. എന്നാൽ വെള്ളം പൊങ്ങിയപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സേവനം നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെയാണ് റോഡുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ഡ്രൈവർമാരാണ്. ഡ്രൈവർമാർക്ക് എപ്പോഴും ട്രെയിനിങ് കൊടുക്കണം. അത് മാത്രമല്ല, ഏതെങ്കിലും സ്ഥലത്തൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ രാത്രിയിലൊരു പ്രശ്നം വന്നിരിക്കും. കഴിഞ്ഞ ദിവസം ആരും പറഞ്ഞ് രാത്രിയിൽ ഇവിടുന്ന് കോട്ടയത്തുമായി തിരിച്ചു പോയിട്ട് ഗവൺമെൻറ്റിന് അപ്പുറത്ത് ഏതോ സ്ഥലത്ത് വരുമ്പോൾ രാത്രിയായി ആരും സഹായം ചെയ്യുന്ന വണ്ടിക്ക് പ്രശ്നമായി. അപ്പം പുള്ളി പറഞ്ഞ് ഭാഗ്യം കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിനെ കിട്ടിക്കഴിഞ്ഞ് രക്ഷപ്പെടും. പുള്ളി എന്നോട് പറഞ്ഞതാണ്. കാരണം അവിടെയുള്ള ഏതൊക്കെ കാര്യങ്ങൾ, എല്ലാവരുടെയും വീടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എവിടെയാണ് ഒരു വണ്ടി പണിയുന്ന ആൾ താമസിക്കുന്നത്, വണ്ടി പണിയുന്ന ആളുടെ വീടെവിട, വണ്ടി പണിയുന്ന ആളുടെ വീട്ടിൽ പോയി അയാളെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി പണിത് തിരിച്ചു വരാൻ കഴിയും. നഗരസഭാ പരിധിയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നതിനുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരടക്കം നിരവധി ആളുകൾ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. ഏറ്റുമാനൂർ സ്വദേശിയും വിദേശത്ത് ഡോക്ടറുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ രാജനാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കായി കോടികൾ വിലമതിക്കുന്ന വസ്തുവും കെട്ടിടവും സൗജന്യമായി വിട്ടു നൽകിയത്.